സായിപ്പ് ഒരു ചൊല്ലുണ്ടാക്കിയിട്ടുണ്ട്, നോ പെയിൻ നോ ഗെയിൻ. എങ്ങനെ? നോ പെയിൻ നോ ഗെയിൻ. അതെ, നമ്മൾ പെയിൻ എടുക്കാതെ ഒരു ഗെയിനും കിട്ടില്ല. അവിടെയാണ് പ്രശ്നം. വിജയത്തിൻ്റെ ഒരു മന്ത്രമെന്ന് പറയുന്നത് അധ്വാനിക്കാതെ വിജയിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെയാണ് ചില പ്രശ്നം നമുക്കുണ്ടാവുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. ഒന്ന് ആലോചിച്ചിട്ട് പറയേ, വെളുപ്പിന് അലാം വെച്ച് ഒന്ന് നടക്കാൻ പോകണം, ആഗ്രഹമുണ്ട്, അലാം അടിക്കും, അപ്പോഴും നമ്മൾ സ്നൂസ് ബട്ടൺ അടിച്ച് വീണ്ടും കിടന്നുറങ്ങും അല്ലേ? കുറേ കസ്റ്റമേഴ്സിനെ വിളിച്ച് ഇന്നൊന്ന് ബിസിനസ് കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്, 2 വിളിക്കുമ്പോൾ തന്നെ ബോറടിക്കും. പല കാര്യങ്ങളും നമുക്ക് ഈ ബോറടിക്കും, അല്ലെങ്കിൽ താല്പര്യമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്നറിയോ? ഡു ദ തിങ്സ് വിച്ച് യു ഹേറ്റ് ജസ്റ്റ് ബൈ ടേക്കിംഗ് ആക്ഷൻ. എങ്ങനെ? ഡു തിങ്സ് വിച്ച് യു ഹേറ്റ് ജസ്റ്റ് ബൈ ടേക്കിംഗ് ആക്ഷൻ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല നമ്മൾ വിജയിക്കുന്നത്, ഇഷ്ടമില്ലാഞ്ഞിട്ടും ചെയ്യുമ്പോഴാണ്. ഞാൻ നമ്മുടെ പാൻഡമിക്കിൽ നടന്ന ഒരു കാര്യം പറയാം. ഭാര്യ 2 ആൺകുട്ടികളാണ്. ഞങ്ങൾ കടവന്ത്രയിലാണ് താമസിക്കുന്നത്. ആ പാൻഡമിക് വരെ ഞാൻ എല്ലാ ദിവസവും ട്രെയിനിങ് കോച്ചിങ്ങിനായി പുറത്തു പോകുന്നവൻ. എൻ്റെ മക്കളാണെങ്കിൽ സ്കൂളിൽ പോവുകയും ചെയ്യും. ഭാര്യയ്ക്ക് നല്ല സുഖമാണ്, കാരണം ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കേണ്ട എല്ലാ കൺവീനിയൻസും പോയി. ഞങ്ങൾ 3 തടിമാടന്മാരായി വീട്ടിൽ. നിങ്ങൾക്കറിയാവുന്ന ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തേക്ക് നമ്മളൊക്കെ വീട്ടിലുമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഭാര്യ എന്നോട് ആ പാൻഡമിക് സമയത്ത് വന്ന് പറഞ്ഞതാണ്, ഈ ചിരവ് കണ്ടിട്ടുണ്ടോ? ഈ തേങ്ങ ചിരവാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് കൈവേദനയുണ്ട്, അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചിരവ അത് ഓൺലൈനിൽ നമുക്ക് കിട്ടും, എന്തോ ഇങ്ങനെ കറക്കുന്നൊരു സാധനമുണ്ട്. ആമസോണിലൊക്കെ ഡെലിവറി ഇല്ലാത്ത കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞങ്ങളൊക്കെ പെട്ടുപോയി. പക്ഷെ ഞാൻ ആ സമയത്ത് അവിടെ എൻ്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ വെബിനാറുകൾ ചെയ്തിരുന്നത്. ആ സമയത്ത് ഞാൻ പോയി കിച്ചണിൽ ഈ ചിരവ ഇങ്ങനെ ആ സൗണ്ട് കേൾക്കുമ്പോൾ ഞാനൊന്ന് വാതിൽ തുറന്നു നോക്കും. എന്താ ഈ ചെയ്യുന്നത്? കൈവേദനയുള്ള ആളാണ്. സംഭവം ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നറിയാം, എന്നാലും ആ ചിരവെന്ന് കാണുമ്പോൾ തന്നെ അറിയാം, നിനക്കൊക്കെ ഞാൻ ഉണ്ടാക്കി തരടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുഖഭാവമൊക്കെ ഒരു ദേഷ്യത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്തിട്ടും ആ ചിരവിൽ നിന്ന് തേങ്ങാപ്പീര കിട്ടുന്നുണ്ടായിരുന്നു, നല്ല മീൻകറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ജീവിതവും. എല്ലാ കാര്യവും ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണമെന്നില്ല സുഹൃത്തെ. നമ്മൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെയ്തേ പറ്റുമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അതേ ആരോഗ്യം നന്നാക്കണമെങ്കിൽ അലാം അടിക്കുമ്പോൾ എഴുന്നേറ്റ് നടന്നേ പറ്റുള്ളൂ. സംരംഭത്തിൽ വിജയം നേടണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ, എങ്കിൽ പരിശ്രമിച്ചേ പറ്റൂ. അപ്പോൾ ചില കാര്യങ്ങൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ ഇഷ്ടമില്ലാതെ ചെയ്യാൻ പഠിക്കുക, എങ്കിലേ വിജയം നിങ്ങൾക്കുണ്ടാവും.